നമസ്കാരം. പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ സദാശിവൻ ഒരുക്കിയ ബ്രഹ്മയുഗമെന്ന നിഗൂഢ മനയ്ക്കുള്ളിൽ നിന്ന് പ്രേക്ഷകർക്ക് ഇനിയും പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ചെകുത്താന്റെ ചിരിയുമായി ഇപ്പോഴും കൊടുമൺ പോറ്റി ഇല്ലത്തിന്റെ പൂമുഖത്ത് അതിഥിയെ കാത്ത് ഇരിക്കുകയാണ്. ഒപ്പം വശ്യസുന്ദരമായ കാന്തിക ശക്തിയുള്ള നോട്ടം കൊണ്ട് യക്ഷിയും പ്രേക്ഷകനെ ബ്രഹ്മയുഗത്തിനുള്ളിൽ കുരുക്കിയിട്ട് കളഞ്ഞു. രാഹുൽ സദാശിവൻ ഒരു ചെറിയ കഥാപാത്രമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തേടിയെത്തിയത് ഇത്രയും വലിയൊരു മഹാഭാഗ്യമാണെന്ന് അറിഞ്ഞില്ലെന്ന് യക്ഷിയെ അവതരിപ്പിച്ച അമാൽഡ ലിസ് പറയുന്നു. പക്ഷേ കഥ കേട്ടപ്പോൾ തന്നെ ഈ കഥാപാത്രം ചെയ്യണമെന്നൊരു ഉൾവിളി ഉണ്ടായി. ദുൽഖർ സൽമാനോടൊപ്പം കമ്മട്ടിപ്പാടത്തിൽ തുടക്കം കുറിച്ച അമാൽഡ ഇപ്പോൾ മമ്മൂട്ടിയോടൊപ്പം സ്ക്രീൻ പങ്കിടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. മമ്മൂട്ടി കൊടുമൺ പോറ്റിയായി മാറുന്നതിന് സാക്ഷ്യം വഹിച്ചതിൻ്റെ വിസ്മയവും ചിത്രം മെഗാ ഹിറ്റാകുന്നതിൻ്റെ സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് അമാൽഡ ലിസ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ സിനിമ വന്നത്. ബ്രഹ്മയുഗത്തിലെ എൻ്റെ കഥാപാത്രത്തിന് വേണ്ടി കുറേ കോസ്റ്റ്യൂം ട്രയൽ നടത്തി. ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. ഒട്ടിയാണം, കാലിലെ തള, കയ്യിലെ ആഭരണം, മോതിരങ്ങൾ, നഖം, അങ്ങനെ ഒരുപാടുണ്ട്. എല്ലാം നല്ല രസമായിരുന്നു കാണാൻ. മേക്കപ്പ് ടെസ്റ്റ് ചെയ്തിരുന്നു. മുടി ഇതിനു വേണ്ടി പറഞ്ഞുണ്ടാക്കി. അങ്ങനെ കുറേ പണിയെടുത്താണ് ഈ ലുക്ക് സെറ്റ് ചെയ്തത്. വന്യതയും ലാസ്യവും എല്ലാം കൂടിക്കലർന്ന കഥാപാത്രമാണ്. അതിൻ്റെ ലുക്കും ഭാവവും എല്ലാം രാഹുലിൻ്റെ മനസ്സിലുണ്ട്. മമ്മൂക്ക കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിലേക്ക് പൂർണ്ണമായും ഇഴുകിച്ചേർന്നിരുന്നു. മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ കൊടുമൺ പോറ്റിക്ക് നൽകുകയായിരുന്നു. ഏതൊരു ആർട്ടിസ്റ്റിൻ്റെയും ആഗ്രഹമായിരിക്കും മമ്മൂക്കയോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത്. ഈ സിനിമയുടെ ഭാഗമായതു തന്നെ വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തു ചെന്ന് നിന്നപ്പോൾ ഉള്ളൊന്ന് കിടുങ്ങി. മമ്മൂക്ക ഭയങ്കര കൂളായിരുന്നു. ആക്ഷൻ പറയുന്നത് വരെ അദ്ദേഹം കോമഡി പറഞ്ഞു നിൽക്കും. അപ്പോഴേക്കും നമ്മളും കൂളാകും. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളാകെ മാറി. അദ്ദേഹം ഒരു സെക്കൻഡ് കൊണ്ട് കൊടുമൺ പോറ്റിയായി മാറുന്നത് നേരിട്ട് കണ്ട് വിസ്മയിച്ചു പോയി. ഒപ്പം നിൽക്കുന്ന നമ്മളും കഥാപാത്രമായി മാറാതെ വേറെ നിവർത്തിയില്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമ്മളും ആ കഥാപാത്രമാണെന്ന് സ്വയം തോന്നും. അഭിനയം തന്നെ പിന്തുടരാനാണ് ആഗ്രഹം. എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിസ് കേരളയിൽ സെലക്ഷൻ കിട്ടിയത്. അന്ന് തൊട്ട് മോഡലിംഗ് ചെയ്യുമായിരുന്നു. ഒരു നടിയാകണമെന്നായിരുന്നു ആഗ്രഹം. വളരെ കുഞ്ഞിലേ തോന്നിയ ആഗ്രഹമാണത്. വീട്ടുകാർക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് പഠിച്ചു. ഞാൻ TV-യിൽ അവതാരകയായിരുന്ന സമയത്ത് മമ്മൂക്കയോട് സംസാരിക്കാൻ അവസരം ലഭിച്ചു. അഭിനയമാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ നല്ല സിനിമകൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം നല്ലൊരു പടം തന്നെ ചെയ്യാൻ കഴിഞ്ഞതും ഒരു നിമിത്തമാണ്.